അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലോട്ട് പ്രവാസിയോട് വീണ്ടും ഒരു ഘട്ടം. സൗദി അറേബ്യയിൽ ദിവസം തോറും തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ പള്ളിയിൽ പോയി ഇറങ്ങിയ സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അമേരിക്കൻ മുസ്ലിമാണ്, എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എനിക്ക് റിയാൽ വേണം, എൻ്റെ അടുത്ത് ഡോളറുണ്ട്, ഇവിടെ അടുത്തെവിടെയെങ്കിലും മണി എക്സ്ചേഞ്ചിന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്തെവിടെയും മണി എക്സ്ചേഞ്ച് ഇല്ല. അപ്പോൾ അദ്ദേഹം അമേരിക്കൻ പറഞ്ഞ ആൾ എന്ത് ചെയ്തു, ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞു ഇന്ന അടുത്തുണ്ട്. അപ്പോൾ 25 കിലോമീറ്റർ അടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ഡോളർ തരാം, നീ അത് റിയാൽ എന്നാണ് എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ റിയാലില്ല, നീ തന്നെ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തടിയെടുത്തു. അങ്ങനെ പലതരത്തിലും ജിദ്ദയിലും റിയാദിലൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജിദ്ദയിൽ ഇപ്പം പുതിയ അറിവാണ് എനിക്ക്. അതേപോലെ നിങ്ങളെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് പലതരത്തിലുള്ള മെസ്സേജുകൾ, പലതരത്തിലുള്ള ഓഫർ സാധനങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. അതേപോലെ എംഒയിൻ്റെ ഇതിനൊക്കെ മെസ്സേജ് ഹാക്കർമാർ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എംഒയിനൊന്നല്ല. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ഒരു കാര്യത്തിനും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പലതരത്തിലും ആക്കിയും രണ്ടാളുകൾക്ക് ഇപ്പം കേസായി, 2 ലേഡിയാണ്. ഒരാൾക്ക് 8,000 റിയാലാണ് കേസ് വന്നത്, OTP പറഞ്ഞു കൊടുത്തു അറിയാതെ. ഒരാൾക്ക് 35,000. അങ്ങനെ കേസായ നാട്ടിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടായി എടുക്കുന്ന ലേഡീസുകളൊക്കെ ഉണ്ട്. മറക്കണ്ട, നല്ലോണം ശ്രദ്ധിക്കുക. ഹാക്കർമാർ നിങ്ങൾ രക്ഷ നേടുക. അപ്പോൾ നിങ്ങൾ ഇതിലൊന്നും ഓപ്പൺ ആക്കരുത്. ഒരു ലിങ്കും, നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ലിങ്ക് അല്ലാത്ത ഒരു ലിങ്കും ലിസ്റ്റ് മെസ്സേജ് വന്നാൽ ഓപ്പൺ ആക്കണ്ട. ഓഫറുകൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതേപോലെ കടകളിൽ മറ്റുള്ള പോയിട്ട് സാധനം വാങ്ങുക. ഓഫർ കണ്ടിട്ട് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ട. ഓക്കെ, മറക്കണ്ട. സംശയം. അസ്സലാമു അലൈക്കും.